പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് ഈ അവസരം നമുക്ക് ലഭിച്ചല്ലോ. വളരെ നന്ദിയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് മറ്റൊരു പാരബിൾ ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങിയ കർത്താവ് പഠിപ്പിച്ച ഉപമകളിൽ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഉപമ എങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു ഉപമയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഇന്ന് രാവിലെ ദൈവവചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ചില സൺഡേയ്സ് നമ്മളിതിൽ നിന്ന് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ഈ സമയത്ത് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ലൂക്കോസ് 17, 7 മുതൽ 10 വരെ. ഞാൻ തിന്നുകുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ചു കൊള്ളുക എന്ന് പറകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. ആമേൻ. ഇത് വാസ്തവത്തിൽ എത്ര പേർക്ക് മനസ്സിലായി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. Another perplexing parable of the Lord, അല്ലേ? വളരെ ഒരു പക്ഷേ അല്പം ചിന്താക്കുഴപ്പം നമുക്കുണ്ടാക്കുന്ന ഒരു പാരബിളാണ് എന്നെനിക്ക് തോന്നുന്നു. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പല ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ ഇവിധം അതിൻ്റെ ക്രമവും അതിൻ്റെ സാരാംശങ്ങളും എല്ലാം നമ്മെ പലപ്പോഴും ചിന്തിപ്പിക്കുന്നതാണ്. ഇത് വാസ്തവത്തിൽ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പുള്ള ഭാഗം കൂടെ വായിക്കണം. 17-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കണം. അത് മനസ്സിലാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സൂക്ഷിച്ചുകൊള്ളുവിൻ. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. അപ്പോസ്തലന്മാർ കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. താങ്ക് യു. നമുക്കറിയാം ഈ ഭാഗങ്ങൾ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഭാഗം യേശു ക്ഷമയെക്കുറിച്ചും മറ്റും ഇടർച്ചയെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനുശേഷം ഈ ദാസൻ്റെ ഉപമ ഇവിടെ പറയുക. അപ്പം ഇതെല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോകും, അല്ലേ? ഇന്ന് നമുക്ക് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊള്ളണം. ഈ ചാപ്റ്റർ ഡിവിഷൻസും വേഴ്സ് ഡിവിഷൻസും ഒക്കെ വേദപുസ്തകത്തിൽ പല നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നതാണ്. യേശു പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അത് അപ്പോസ്തലന്മാർ, മറ്റ് ലേഖകർ, എഴുത്തുകാർ രേഖപ്പെടുത്തിയപ്പെടുന്നു ഈ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ടല്ലായിരുന്നു അവർ എഴുതിയിരുന്നത്. അവർ ഭാഗങ്ങളായിട്ടായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കരങ്ങളിൽ വന്നത് തന്നെ ആദ്യം ഒരു ഓറൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു. മുഖദാവിൽ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ, ഞാനതിൻ്റെ വിവരണത്തിൽ ഇന്ന് രാത്രി പോകുന്നില്ല. പറഞ്ഞുകൊടുത്ത വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ആ സ്റ്റോറി അല്ലെങ്കിൽ ബൈബിൾ സ്റ്റോറീസിനെ, ദൈവവചനത്തെ, ദൈവം നൽകിയ കൽപ്പനകളെ, ദൈവത്തിൻ്റെ പഠിപ്പിക്കലുകളെ എല്ലാം വാക്കുകൾ കൊണ്ട്, ഓറൽ ട്രാൻസ്മിഷൻ കൊണ്ട് അത് നിലനിർത്തിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഓറൽ ട്രാൻസ്മിഷനിൽ നിന്ന് പിന്നീട് അത് ഫ്രാഗ്മെൻ്ററി അക്കൗണ്ട്സ് ആയി. ഫ്രാഗ്മെൻ്ററി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഭാഗങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി. ആ ഫ്രാഗ്മെൻ്ററി അക്കൗണ്ട്സും കൂടെ കഴിഞ്ഞാണ് പിന്നെ ബുക്സൊക്കെ
ഉണ്ടാകുവാനിടവന്നു. ബുക്സിൻ്റെ ഫോമിൽ അത് എഴുതുവാൻ തക്കവണ്ണം ഇടയായത്. അതിലൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് പിന്നീട് ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ആയിട്ട് അതിനെ വേർതിരിച്ചത്, അല്ലേ? അത് പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് വേദപുസ്തകം അത് രേഖപ്പെടുത്തിയെല്ലാം കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് യേശു കർത്താവും പഠിപ്പിക്കുമ്പം പറയുന്നത്, പഴയ നിയമത്തിലേക്ക് റെഫർ ചെയ്തിട്ട് കർത്താവ് പറയുകയാണ്, മോശ മുൾപ്പടർപ്പ് ഭാഗത്ത്, അല്ലെങ്കിൽ ഇന്ന പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകം ഇത്രാം അധ്യായം ഇത്രാം വാക്യത്തിലെന്നല്ല യേശു കർത്താവ് പറയുന്നത്, മോശ മുൾപ്പടർപ്പ് ഭാഗത്ത് എന്നെഴുതി. മുൾപ്പടർപ്പ് ഭാഗത്ത്, ഇൻ ദാറ്റ് അക്കൗണ്ട്, ദാറ്റ് particular passage speaking about the burning bush and the experience there. അതാ കർത്താവ് പറയുന്നത്. സോ ഇത് നമ്മൾ ഞാൻ ഇത് പറയുവാൻ കാരണം, നമ്മൾ ഈ ഭാഗം മാത്രം അടർത്തി മാറ്റി ഇങ്ങനെ പഠിക്കുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ വീണ്ടും ഇത് നമുക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ ഇതിനു മുമ്പ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതിന് ശേഷം എന്താണ് പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം ഒരുപക്ഷെ അന്യോന്യം അറ്റാച്ച്ഡ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കാം. അതിനെ ആ വിധത്തിൽ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഏതായാലും ഈ ഉപമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുടെ ടീച്ചിങ് ഉണ്ട്. ഒന്ന്, നമ്മൾ എത്ര നന്നായിട്ട് അധ്വാനിച്ചാലും എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ താങ്ക്സ് എക്സ്പെക്റ്റ് ചെയ്യുവാൻ, അവൻ്റെ നന്ദി എക്സ്പെക്റ്റ് ചെയ്യുവാൻ, അവൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം അതുകൊണ്ട് സാധിക്കുമെന്ന് ആരും വിചാരിക്കരുത്. നോ വൺ ക്യാൻ ഏൺ ഹിസ് ഓർ ഹെർ സാൽവേഷൻ ബൈ ദ വർക്ക്സ് ദാറ്റ് ഹീ ഓർ ഷീ ഡസ്. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഓക്കെ. അപ്പം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷ വാങ്ങിച്ചെടുക്കാമെന്ന് ആർക്കും ഒരു മിഥ്യാധാരണ ഉണ്ടാകരുത്. രണ്ടാമത്തെ കാര്യം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, വർക്ക്സ് ആർ നെസസറി. ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് കൊണ്ട് പ്രവൃത്തി ആവശ്യമില്ലെന്നല്ല വചനത്തിൽ പറയുന്ന, പ്രവൃത്തി ആവശ്യമാണ്, പ്രവൃത്തി അത്യന്താപേക്ഷിതമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ പാരബിളിൻ്റെ, ഈ ഉപമയുടെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടല്ലോ 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഈ ഉപമ കർത്താവ് പറയുവാൻ മുഖാന്തരമായത് ആസ് എ റെസ്പോൺസ് ടു ദ റിക്വസ്റ്റ് ഓഫ് ദ ഡിസൈപ്പിൾസ്. ശിഷ്യന്മാർ നടത്തിയ ഒരു അഭ്യർത്ഥനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, പ്രതികരണമായിട്ടാണ് യേശു ഇത് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഉപമ പറയുന്നത്. എന്തായിരുന്നു അവരുടെ റിക്വസ്റ്റ്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ കർത്താവേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ ആ പ്രാർത്ഥന കഴിക്കുവാൻ ഉണ്ടായ സാഹചര്യം എന്തുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തന്നേ മതിയാകുള്ളൂ എന്ന് അവർ പ്രാർത്ഥിക്കുവാൻ കാരണം എന്തോ, അഭ്യർത്ഥിക്കാൻ കാരണം എന്തുവാ? ഹലോ, ആ ഭാഗത്തൊന്ന് നോക്കിക്കേ പ്ലീസ്. ബൈബിളില്ലേ? എന്തുവാ അതിന് കാരണം? കർത്താവേ ഇത് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം ഞങ്ങൾക്കെന്ന് പറയുവാൻ എന്താ കാര്യം? ഒന്ന്, ഇടർച്ച വരുത്തരുത്, അല്ലെങ്കിൽ ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യമാണ്. മനുഷ്യരെല്ലാം നമ്മുടെ പ്രകൃതിയാൽ നമ്മൾ പാപികളായതുകൊണ്ട്, നമ്മളിൽ പാപത്തിൻ്റെ ഇൻക്ലിനേഷൻ ഉള്ളതുകൊണ്ട്, സ്വാർത്ഥമതികളായതുകൊണ്ട്, മറ്റുള്ളവരെക്കുറിച്ചുള്ള കൺസേണോടെ അല്ല നമ്മൾ പലപ്പോഴും ജീവിക്കുന്നതും പല കാര്യങ്ങൾ ചെയ്യുന്നതും. നമ്മൾ സ്വാർത്ഥതയിൽ നിറഞ്ഞ പ്രവർത്തികൾ ആയതുകൊണ്ട് ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം. ഇടർച്ച വരാതിരിക്കുന്ന അസാധ്യം. കോസിങ് സ്റ്റംബ്ലിങ്, ഇടർച്ച വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. വരാതിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എങ്കിലും കർത്താവ് അതിനോട് ചേർത്ത് പറയുകയാണ്, എന്നാൽ ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. കർത്താവ് സാധാരണ പറയുമ്പം അയ്യോ ചേർത്ത് പറയുമ്പം
വോ അൺടു മീ എന്ന് പറയുന്നത് പോലെയാ. യെശയ്യാ പ്രവാചകൻ കർത്താവിനെ അവൻ്റെ മഹിമയോടെ അയ്യോ എനിക്ക് കഷ്ടം, അയ്യോ എനിക്ക് കഷ്ടം, വോ അൺടു മീ എന്ന് പറയും. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെയാൾ വിടിവിക്കുക. അയ്യോ എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്നത് വോ അൺടു മീ, വോ അൺടു ദാറ്റ് പേഴ്സൺ. ഏറ്റവും വലിയ കഷ്ടം ആ മനുഷ്യനുണ്ടാകും. ആർക്കാ? ഇടർച്ച വരുത്തുന്നവർക്ക്. ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യമാണെന്ന് പറഞ്ഞ് നമുക്ക് സ്വാഭാവികമാണല്ലോ എന്ന് പറഞ്ഞ് ഇത് മനുഷ്യന്റെ ബലഹീനതയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നല്ല കർത്താവ് പറയുന്നത്. ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം, എന്നാൽ ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവനെ, അങ്ങനെയുള്ളവനെ, ഉള്ളവളെ എന്ത് ചെയ്തെങ്കിൽ കൊള്ളായിരുന്നെന്നാ കർത്താവ് പറയുന്നത്. അതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും പൊങ്ങി വരും. വെറുതെ കടലിൽ ഇറങ്ങി വന്ന എറിഞ്ഞു കളഞ്ഞ എപ്പോഴേലും ഡെഡ് ബോഡിയാലും പൊങ്ങി വരും അല്ലേ. ഇതിപ്പം തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിഞ്ഞു കളഞ്ഞാൽ പിന്നെ അത് പൊങ്ങി വരത്തേല. മീൻസ് ഇടർച്ച വരുത്തുമ്പോൾ പലർക്കും നമ്മൾ ഇടർച്ച വരുത്തിയിട്ടില്ലേ? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടപാടുകൾ കൊണ്ടും കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ടും എല്ലാം ഇടർച്ച വരുത്തിയിട്ടില്ലേ? നമ്മുടെ ഓർമ്മയിൽ പലപ്പോഴും ഇങ്ങനെയുള്ള പാസേജസ് വരത്തില്ല അല്ലേ. അപ്പം ഇടർച്ച വരാതിരിക്കുന്നത് അയ്യോ കഷ്ടം. ഇടർച്ച വരാതിരിക്കുന്ന അസാധ്യമെങ്കിലും അത് വരുത്തുന്നവന് അയ്യോ കഷ്ടം. ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നല്ലത്. അപ്പം ഒന്നാമത്തെ കാര്യം കർത്താവ് പറഞ്ഞു, ഇടർച്ച വരുത്തുന്നവർ ആകരുത്. ഇടർച്ച വരുത്തുന്നവരായാൽ അവരെ എന്ത് ചെയ്യുന്ന നല്ലത്? തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിഞ്ഞു കളയുന്നത്. ഒന്നാമത്തെ കാര്യം കർത്താവ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം കർത്താവ് പറയുക, സൂക്ഷിച്ചുകൊള്ളുവീൻ. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ഓക്കെ, അത്രയും നമുക്ക് വലിയ കുഴപ്പമില്ലാതെയൊക്കെ സ്വീകരിക്കുക അല്ലേ. സഹോദരൻ പിഴച്ചാൽ അവനോട് ക്ഷമിക്കുക. കാരണം ഒരു കണ്ടീഷനും കൂടെ അവിടെ പറയുന്നുണ്ട്, മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. എന്നിട്ട് അടുത്ത വാക്യത്തിലാണ്, 4-ാം വാക്യത്തിൽ, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നുവെന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. നോക്കണം, ഒന്നാമത് പറഞ്ഞു ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തരുത് എന്ന് അപ്പോസ്തലന്മാരോട് കൽപ്പനയാ, നമ്മോട് കൽപ്പനയാ, ദൈവമക്കളോടുള്ള കൽപ്പനയാ. ഇടർച്ച വരുത്തുന്നവർ ആകരുത്. ഡു നോട്ട് കോസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. അടുത്തത് പറയുന്നതോ, forgive anyone who wrongs them and ask for forgiveness even if they do it 7 times a day. ഒരു ദിവസം തന്നെ ജീവിതത്തിൽ ആരോടെങ്കിലും 7 പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ടോ? ഒരേ കാര്യത്തിന് 7 പ്രാവശ്യം ആരോടെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടോ? സ്വന്തം മക്കളോട് ക്ഷമിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ സ്വന്തം അപ്പനമ്മമാരോട്, അല്ലാതെ ആരോടെങ്കിലും. സഹോദരൻ എന്ന് പേർ പറയുന്ന ഒരാള്, സഭയിലുള്ള ഒരാള് 7 പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എത്ര കൈ നമുക്ക് കണ്ടാലും? നമ്മുടെ അജണ്ടയിൽ അതൊന്നും ഇല്ല. പലപ്പോഴും നമ്മുടെ അജണ്ട ഒക്കെ വളരെ വ്യത്യസ്തമാണ് അല്ലേ. കർത്താവ് പറയുന്ന എത്ര വലിയൊരു സ്റ്റാൻഡേർഡിലേക്കാണ് കർത്താവ് നമ്മളെ വെല്ലുവിളിക്കുന്നത് നോക്കിക്കേ. എത്ര വലിയ ഒരു നിലവാരത്തിലേക്ക് നമ്മെ ഉയർത്താനാ കർത്താവ് ശ്രമിക്കുന്നത്. ഇടർച്ച വരാതിരിക്കുന്ന അസാധ്യമാ, പക്ഷെ ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം, അവനെ ഇന്നത് ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക. രണ്ടാമത്തെ കാര്യം പറയുക, സഹോദരൻ നിന്നോട് പിഴച്ചാൽ, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിച്ചോളണം. ഓക്കെ കർത്താവേ, ഞങ്ങളത് ചെയ്യാം. മാനസാന്തരപ്പെട്ടെന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ ചെയ്യാം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. അതിനെയും നമുക്ക്
വേർതിരിച്ചാൽ അറിയാൻ കഴിയണം. എന്നിട്ട് കർത്താവ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുക, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. ഒരു ദിവസം 7 വട്ടം രാവിലെ ഇച്ചിരി പാടല്ല, അസാധ്യമാ എന്ന് നമുക്ക് തോന്നും അല്ലേ? ഒരു ദിവസം. അദ്ദേഹം പറഞ്ഞു, ഈ ജീവിതത്തിൽ ആകെ 7 പ്രാവശ്യം ഒരാളോട് ക്ഷമിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അസാധ്യമാണെന്നാണോ സാധ്യമാണെന്നാണോ പറയുന്നത്? ഇപ്പൊ നോക്കണം, കർത്താവ് പറയുക, കർത്താവിനോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയുക, കർത്താവ് ഇതെന്തുവാ നീ പറയുന്നത്? ഒന്ന്, ഇടർച്ച വരുത്തരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇടർച്ച വരുത്തിയാൽ ഇന്നതാണ് ശിക്ഷാവിധി എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുക, ഇനി നിന്നോടാരെങ്കിലും ഇടർച്ച വരുത്തിയാൽ, നിനക്ക് ഒരിടർച്ചയായി ആരെങ്കിലും തീർന്നാൽ, അവനെ വിധിക്കാനല്ല നിനക്ക് അധികാരം. നിന്റെ അധികാരം, നിന്റെ ദൗത്യം എന്ന് പറയുന്നത്, നിനക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നിന്നോടൊരുവൻ പിഴച്ചാൽ അവൻ വന്ന് നിന്നോട് മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ നമ്മളാണ് ഒരു ക്ലോസ് കൂടെ ആഡ് ചെയ്തതിന്, ജീവിതത്തിൽ കാണിക്കുകയും കൂടെ ചെയ്താൽ അല്ലേ? നമ്മളൊക്കെ എങ്ങനെയാ പറയുന്നത്? ലെറ്റ് മീ അസസ്, ഞാനൊന്ന് പഠിക്കട്ടെ. ഇതുവരെ പല പ്രാവശ്യം ഞാൻ ക്ഷമിച്ചതാ, ഇനി നീ ഇത് ആവർത്തിക്കുക, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഇന്നലെയും ക്ഷമിച്ചതാ, ഇന്നും ക്ഷമിച്ചതാ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. കർത്താവ് പറയാ, ദിവസത്തിൽ 7 വട്ടം നിന്നോട് വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ഇത് സാധിക്കണമെങ്കിൽ ഈ വിശ്വാസമൊന്നും പോരാ. മനസ്സിലായോ കണക്ഷൻ? ഈ വിശ്വാസം പോരാ കർത്താവേ, ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വിശ്വാസം കൊണ്ട് ഇടർച്ച വരുത്താതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. 2, മറ്റാരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവരോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ഷമിച്ചാൽ തന്നെയും ഒരു ദിവസം 7 പ്രാവശ്യം അവരോട് ക്ഷമിക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. സ്തോത്രം. നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് എപ്പോഴേലും പാടിയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാ? ഹലോ, കൂടുതൽ കാശുണ്ടാക്കാനാ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ രോഗസൗഖ്യങ്ങൾ ഞാൻ കൈവച്ചാൽ ആളുകൾ സൗഖ്യമാകണം, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വേണം, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് വിടുതൽ വേണം, ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറയുന്നതും പ്രാർത്ഥിക്കുന്നതും. ശിശുമാർക്ക് മനസ്സിലായി, ഇപ്പോൾ ഉൾക്കാഴ്ച കിട്ടി. ആ ഉൾക്കാഴ്ചയിൽ നിന്ന് അവർ പറയാ, കർത്താവേ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം. നമ്മളിൽ എത്ര പേര് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം, കൂടുതൽ ക്ഷമിക്കാനുള്ള ഒരുക്കത്തിനായിട്ട് വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ, ഇടർച്ച വരുത്താതിരിക്കാനായിട്ട് ഇടയാകേണ്ടതിന് എൻ്റെ വാക്കും നടപ്പും പ്രവൃത്തിയും സൂക്ഷിക്കാനായിട്ട് എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. എൻ്റെ സഹോദരൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ സാദൃശ്യം ഞാൻ കാണാൻ ഇടയാകുന്നത് കൊണ്ട്, ദൈവം തൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചവനായ എൻ്റെ സഹോദരനെ സഹോദരിയെ കാണുമ്പോൾ ഞാൻ ഇടർച്ചയ്ക്ക് കാരണമാകരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കിടയാകും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. എന്തിനു വേണ്ടിയാ? നോട്ട് ടു കോസ് എനി ഒഫൻസ് ആൻഡ് ഓൾസോ ടു ഫർഗീവ് ദോസ് ഹു കോസ് ഒഫൻസസ് ഇൻ എ ഡിവൈൻ വേ. ഡിവൈൻ വേ 7 എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പെർഫെക്ഷനെ കാണിക്കുന്ന നമ്പറാണ്. നമുക്കറിയാം, സ്വർഗീയമായ അല്ലേ, ദിവ്യമായ വലിയ ക്ഷമയുടെ ഒരു പെർഫെക്റ്റ് നമ്പറാണ്. അല്ലാതെ 1 എണ്ണിക്കൊണ്ടിരിക്കാനല്ല കർത്താവ് പറഞ്ഞത്. രാവിലെ 7 മണി ആയപ്പോൾ 1 ക്ഷമിച്ചു, 10 മണിയായപ്പോൾ 2 ക്ഷമിച്ചു,
12 3 4 5 6 ഇങ്ങനെ എഴുതി എണ്ണി കൂട്ടിക്കൊണ്ടിരിക്കുക 7 പ്രാവശ്യമായി ഇതോടെ ക്ഷമ തീർന്നെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. 7 ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് എ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ forgiveness has to be limitless എന്നാ പറയുന്നതിൻ്റെ അർത്ഥം. നിന്റെ സഹോദരനോട് നീ എത്ര വട്ടം ക്ഷമിക്കണം എന്ന് പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്. 7 വട്ടവുമല്ല, 70 വട്ടം. അതിൻ്റെ എത്രയും പെർഫെക്ഷൻ ഉണ്ടോ അത് ആരെ കൊണ്ടാ സാധിക്കുന്നത്? ദൈവത്തെ കൊണ്ടാ, അല്ലേ? എത്രയോ നാളുകളായി ഏതെല്ലാം തരത്തിൽ ദൈവത്തെ ഡിസ്പ്ലീസ് ചെയ്ത് ദൈവത്തിന് പ്രസാദമില്ലാത്തത് ചെയ്തും ജീവിച്ചും മുന്നോട്ട് പോയ നമ്മോട് ഡിവൈൻ ഫൊർഗീവ്നെസ് സ്വർഗം ഇളച്ചു തന്നുകൊണ്ടിരിക്കുക. ഇന്നും ഇളച്ചു തന്നു, അല്ലേ? നമ്മുടെ ചിന്തകളിൽ പലതും ദൈവത്തിന് പ്രസാദമുള്ളതായിരുന്നില്ല. ദൈവം നമുക്ക് ഇളച്ചു തന്നുകൊണ്ടേ ഇരിക്കുകയാ. അപ്പോൾ ഡിവൈൻ പെർഫെക്ഷനിലേക്ക് കർത്താവ് ഇങ്ങനെ നമ്മളെയും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. നിങ്ങളും എന്ത് ചെയ്യണം? ദിവസം 7 വട്ടം നിന്റെ സഹോദരൻ നിന്നോട് വന്ന് എനിക്ക് പിഴച്ചുപോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കുക. സ്തോത്രം. അതിനുവേണ്ടി ആ ശിഷ്യന്മാർ പറഞ്ഞ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. ഇനി നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് മനസ്സിൽ വെച്ചുകൊള്ളണം. എന്നിട്ട് നമുക്ക് ഈ ഉപമ പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കർത്താവ് പറഞ്ഞ പല ഉദാഹരണങ്ങളിൽ മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പ് വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. യജമാനനും ഭൃത്യനും അവർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ഇടപാടുകൾ, പല ഉപമകളുണ്ട്. പല കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കർത്താവ് അത് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രവൃത്തിയെ, സേവനത്തെ സംബന്ധിച്ചുള്ള, അല്ലെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പല പഠിപ്പിക്കലുകളും നൽകുവാനായിട്ട് കർത്താവ് ഈ ഉപമകളെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് പാരബിൾ ഓഫ് ദി അൺമേഴ്സിഫുൾ സെർവൻറ്റ്, ദയ കാണിക്കാതിരുന്ന ഭൃത്യനെ കുറിച്ച് നമുക്കറിയാം. അവിടെയും യജമാനനും ഭൃത്യനുമായിരുന്നു, അല്ലേ? യജമാനനും ഭൃത്യനും. 10,000 താലന്ത് ഇളച്ചു കൊടുക്കപ്പെട്ട ഒരു ഭൃത്യൻ, അവൻ വഴി പോകവേ എല്ലാം എഴുതി കടം ഇളച്ചു കൊടുത്തു. അവൻ വേണ്ട എന്ന് വെച്ച് ക്യാൻസൽ ദ ഡെറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. പോകുന്ന വഴിയിൽ അവന് 100 വെള്ളിക്കാശ് കടം പെട്ടിരുന്നവനെ കണ്ട് കഴുത്തിന് പിടിച്ചു ഞെക്കി അവൻ കൊടുത്തു തീരുന്നത് വരെ അവനെ കാരാഗ്രഹത്തിലാക്കി, തടവിലാക്കി, പീഡിപ്പിച്ചെന്നൊക്കെ എഴുതിയിരിക്കും. അപ്പം അവിടെ യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. മറ്റ് ഉദാഹരണങ്ങളുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ പണിയുവാൻ വന്ന, അല്ലെങ്കിൽ കൂലിക്ക് ആളുകളെ വിളിച്ചാക്കി യജമാനനും ഭൃത്യന്മാരും. അതിൻ്റെ ഓർഡറൊക്കെ നമുക്കറിയാം. അത് എനിക്ക് തോന്നുന്നു അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു ദിവസം അത് അടുത്തതായിട്ട് നമ്മൾ ഒരു സമയത്ത് എടുക്കുന്നതായിരിക്കും. എനിഹൗ, അതുപോലെ തന്നെ താലന്തുകളുടെ ഉപമയുണ്ട്. താലന്തുകൾ വിഭജിച്ചു കൊടുത്തപ്പോൾ അത് സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ ഉപയോഗിക്കാതിരുന്ന ദാസന്മാരെ കുറിച്ച് ഇങ്ങനെ അനേക സ്ഥലങ്ങളിലും കർത്താവ് യജമാനനും ഭൃത്യന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചുള്ള ഉൾക്കാഴ്ച നമുക്ക് നൽകാനും നമ്മുടെ അകക്കണ്ണുകളെ തുറപ്പിക്കാനുമായി കർത്താവ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു ഉദാഹരണമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഒരുപാട് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയർന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാനുണ്ടെങ്കിൽ, വർഷങ്ങളിലെ പരിചയവും വർഷങ്ങളിലെ സേവനവും ശുശ്രൂഷകളും അനുഭവങ്ങളും എല്ലാം ഓർത്ത് വിജൃംഭിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീർത്തും ചീർത്തും ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതെല്ലാം ഈ നിറഞ്ഞിരിക്കുന്ന നിൽക്കുന്ന ബലൂണിൽ അതിൻ്റെ കാറ്റ് പോകുന്നത് പോലെ പോകേണ്ട രീതിയിലുള്ള ഒരു ഉപമയായത് മനസ്സിലാക്കി കഴിയുമ്പോൾ. ഈ ഉപമയുടെ പേര് തന്നെ സാധാരണ പറയുന്നത് എന്തുവാ? പാരബിൾ ഓഫ് ദ, അത് നമ്മുടെ ബൈബിളിൽ വാസ്തവത്തിൽ ഇതിനെ നമ്മൾ അനലൈസ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? പാരബിൾ ഓഫ് ദി അൺപ്രോഫിറ്റബിൾ സെർവന്റ്, അപ്രയോജന
ഭൃത്യനെ കുറിച്ചുള്ള, അപ്രയോജന ഭൃത്യനെ കുറിച്ചുള്ള ഉപമ. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ അവിടെ കർത്താവ് പറഞ്ഞത്, പഠിപ്പിക്കുന്നത്, he is actually demonstrating the important attitude that should be found in the disciples. തൻ്റെ ശിഷ്യന്മാരിൽ കണ്ടെത്തേണ്ട, ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, അവരുടെ ഭാവം, അവരുടെ ചിന്ത എന്തായിരിക്കണം. ഇന്ന് രാവിലെ നമ്മളും ഈ ഉപമ പഠിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുന്ന കാര്യങ്ങൾ, വർഷങ്ങളായി ഞാൻ ഇന്നത് ചെയ്തു, സഭയ്ക്ക് വേണ്ടി ചെയ്തു, സഭയിൽ ചെയ്തു, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു, മിഷന് വേണ്ടി ചെയ്തു, അനേകരെ സഹായിക്കാനായി ചെയ്തു എന്നൊക്കെ അഭിമാനിക്കുന്ന പലരും, നമ്മിൽ പലരും, ഇൻക്ലൂഡിങ് മീ. വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ്? എന്തായിരിക്കണം നമ്മുടെ ഭാവവാഹാദികൾ, നമ്മുടെ ചിന്തകൾ, സമീപന രീതി എങ്ങനെയായിരിക്കണം? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന് മുന്നോട്ട് പോകാം. പാരബിൾ ഇറ്റ് സെൽഫ്, അതിലേക്ക് നമുക്ക് നോക്കാം. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് അറിയാം. നമുക്ക് ഒരുപക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തോന്നും ഇത് വേറിട്ട് നിൽക്കുന്ന ഒരു ഉപമയാണ്. ഇത് മറ്റുള്ള നേരത്തെ കർത്താവ് പറഞ്ഞതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് എന്ന് തോന്നിയേക്കാം. എന്നാൽ കർത്താവ് നോട് അവർ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. വിശ്വാസത്തിൻ്റെ വലിയ പ്രവൃത്തി. ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് അവിടെ നിന്ന് മാറി കടലിൽ വീണുപോകും. ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് നട്ടുപോക, വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ വലിയ ശക്തിയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ദ ഗ്രേറ്റ് പവർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വലിയ ശക്തി. അപ്പൊ അറിയാതെയും there is the possibility for the disciples to fall into the snare of pride. ഞാൻ കൽപ്പിച്ചു, വിശ്വാസത്തോടെ കൽപ്പിച്ചു, കാട്ടത്തി വേരോടെ പിഴുത് കടലിൽ നട്ടുപോയി. ഞാൻ കൽപ്പിച്ചു, മല മാറിപ്പോയി. ഞാൻ കൽപ്പിച്ചു, അത്ഭുതങ്ങൾ നടന്നു. വിശ്വാസത്തോടെ ഞാൻ പലതും ചെയ്തു, അപ്പോൾ പല കാര്യങ്ങളും നടന്നു എന്ന് അഭിമാനിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ, ഇല്ലാതെയാക്കുവാൻ, അതിനെ നേരിടാനായിട്ട് കർത്താവ് ഉപമ പറയുന്നു. ഏതെങ്കിലും തരത്തിലൊരു ദുരഭിമാനം, അഹന്ത, അഹമ്മതി എന്നൊക്കെ നമ്മൾ പറയുന്നത് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവരിത് മനസ്സിൽ വെച്ചുകൊള്ളണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഏതാണ്ട് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അബ്രഹാമിൻ്റെ ചരിത്രം, മോശയുടെ ചരിത്രം, ദൈവദാസന്മാരുടെ, ദാസിമാരുടെ ചരിത്രം. പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രസ്താവനകൾ, അപ്പോസ്തലനായ പൗലൂസിൻ്റെ പ്രസ്താവന, താൻ പറഞ്ഞത്, ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഓടി നടന്നു, മറ്റുള്ളവരെക്കാളൊക്കെ ഒരു പക്ഷേ ഞാൻ അധ്വാനിച്ചു, കർത്താവിന് വേണ്ടി പലതും ഞാൻ ചെയ്തു, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവത്തിൻ്റെ കൃപയാത്രേ. സ്തോത്രം. അപ്പം ഞാൻ ആകുന്നത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാ? കൃപയാൽ മാത്രമാ. ദൈവത്തിന്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാനോ അഹന്ത ഉണ്ടാകാനോ ഒന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. എന്തിലാ അഹങ്കരിക്കേണ്ടത്? ആരോഗ്യത്തിലാണോ? എന്തിലാ അഹങ്കരിക്കേണ്ടത്? നമ്മുടെ ധനത്തിലാണോ? എന്തിലാ അഹങ്കരിക്കേണ്ടത്? നമ്മുടെ വിദ്യാസമ്പന്നതയിലാണോ? എന്തിലാ അഹങ്കരിക്കേണ്ടത്? നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സ്ഥാനത്തിലാണോ? നമ്മുടെ നിലവാരങ്ങളിലാണോ? ഒന്നിലും നമുക്ക് അഹങ്കരിക്കുവാൻ കഴിവില്ല, ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് നമ്മെ. തിരിച്ചു അറിഞ്ഞുകൊള്ളണം. ഒന്നിലും അറിയാതെ പോലും അഹങ്കാരം ഉളവാകുവാനിടയാകരുത്. സ്തോത്രം. അതിശക്തനായ നെബൂഖദ്നേസർ രാജാവ് താൻ പടുത്തുയർത്തിയ ഭയങ്കര ശക്തമായ സാമ്രാജ്യം,
അതിൻ്റെ തലസ്ഥാനം ആ പട്ടണം ബാബിലോൺ, അവിടുത്തെ വലിയ അതിന് ചുറ്റുമുള്ള വലിയ കോട്ട, അതിൽ കൂടെ 4 രഥങ്ങൾക്ക് ഒരേ സമയത്ത് പോകാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത്. ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതെല്ലാം ആ പടുത്തുയർത്തിയ മനോഹരമായിട്ടുള്ള പട്ടണവും ആ കോട്ടയും ആ വലിയ ശക്തിയും എല്ലാം കണ്ടിട്ട് നെബൂഖദ്നേസർ എന്താ പറഞ്ഞത്? ഇത് ഞാൻ ഉണ്ടാക്കിയ, ഞാൻ പണിതെടുത്ത മഹതിയാം ബാബിലോൺ അല്ലയോ. അവൻ്റെ വാക്ക് വായിൽ നിന്ന് പറഞ്ഞു തീർന്നതേ ഉള്ളെന്നാ പറഞ്ഞത്. അവൻ്റെ വാക്ക് പറഞ്ഞു തീർന്നതേ ഉള്ളൂ. അവൻ്റെ സ്വഭാവം മാറി. അവനൊരു മൃഗത്തെ പോലെ കാട്ടിൽ പോയി 7 വർഷം വസിക്കേണ്ടി വന്നെന്ന് എഴുതി. അനേക ഉദാഹരണങ്ങളുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ. എനിക്കിന്ന് ഈ പാരബിളിലേക്ക് കടന്ന് സംസാരിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ മനസ്സിൽ മായാതെ ഈ ചിത്രം ഉണ്ടായിരിക്കട്ടെ. സകല ഭാവിക്കേണ്ടതിന് മീതെയുള്ള ഭാവങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. സ്തോത്രം. താഴ്മയോടെ വിനയത്തോടെ ജീവിപ്പാൻ നമുക്ക് ഇടയാകണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇത് ദൈവമക്കൾക്ക് മാത്രമല്ല, ദൈവത്തെ അനുസരിക്കാത്തവർക്ക് പോലും ദൈവം പലപ്പോഴും ഉദാഹരണമാക്കേണ്ടതിന്, to make an example out of them, God struck them. ഹെരോദാവിനെ നമുക്കറിയാം. അവൻ ഗലീലയിൽ പോയി അവിടുത്തെ ആളുകൾക്ക് ധാന്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഹെരോദാവിൽ നിന്ന് അതിൻ്റെ ഗ്രാൻഡ് കിട്ടേണ്ടതിന്, അവനെ പ്രസാദിപ്പിക്കേണ്ടതിന് അവനോട് പറയുവാനിടയായി. അവനെ പ്രസാദിപ്പിക്കാൻ പറഞ്ഞു, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഞങ്ങൾ കേൾക്കുന്നത്, ഒരു ദേവന്റെ ശബ്ദം, ഒരു ദേവന്റെ ശബ്ദമാണ് ഞങ്ങൾ കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ദൈവത്തിൻ്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടെന്ന് എഴുതി. കൃമിക്കിര എന്ന് പറഞ്ഞാൽ he ate the vomit of himself എന്ന് എഴുതി. അവൻ തന്നെ അവൻ്റെ ഛർദിയിൽ അത് ഭക്ഷിച്ച് കൃമിക്കിരയായി അവൻ പ്രാണനെ വിട്ടെന്ന്. സ്തോത്രം. നമുക്ക് എന്താ അഹങ്കരിക്കാനുള്ളത്? എന്തിലാ നമുക്ക് അഭിമാനിക്കാനുള്ളത്? ഇന്ന് രാവിലെ ആകപ്പാടെ പറയാനുള്ളത്, ഞാൻ ഇത്രയും വന്നെങ്കിൽ കൃപയാൽ മാത്രമാണ്, എന്തെങ്കിലും ചെയ്തെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. എനിക്ക് സ്വയമായിട്ട് അഭിമാനിക്കാനോ പുകഴുവാനോ ഒന്നുമില്ല. നമ്മുടെ റിസോഴ്സ്ഫുൾനെസ് എന്നൊക്കെ നമ്മളിപ്പം വിചാരിക്കുന്നത്, നമ്മുടെ കഴിവുകളെന്ന് വിചാരിക്കുന്നത്, നമ്മുടെ സമ്പന്നത എന്നൊക്കെ വിചാരിക്കുന്നത് വെറും നൈമിഷികമല്ലേ പ്രിയപ്പെട്ടവരെ? എത്ര വേഗം അതെല്ലാം മാഞ്ഞില്ലാതെ പോകുന്നത് പോലെ നമുക്ക് കാണുവാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. അപ്പം കർത്താവ് ഈ ഉപമ പറഞ്ഞു തന്നെ, if at all there was a possibility of developing pride in them because they see their faith being exercised, the Lord is saying that, this parable there. കർത്താവ് ഈ ഉപമ അതിനു വേണ്ടിയാ പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ ആ ഉപമയിലേക്ക് പ്രവേശിച്ചിനിയും മുന്നോട്ട് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സകല ഭാവങ്ങളും വിചാരങ്ങളും ഇന്ന് രാവിലെ നീങ്ങിപ്പോകട്ടെ നമ്മളിൽ നിന്ന്. ദൈവത്തിന് ഹിതമല്ലാത്ത ചിന്തകളുമായിട്ട് എന്തെങ്കിലും അത് ഉയരുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തതിനെക്കുറിച്ച്, നമ്മൾ നേടിയതിനെക്കുറിച്ച്, നമ്മൾ അധ്വാനിച്ചതിനെക്കുറിച്ച് ഹല്ലേലൂയ തിരിഞ്ഞു നോക്കി നമ്മൾ പലപ്പോഴും പുകഴുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമുക്കതൊക്കെ കർത്താവിനോട് ഏറ്റു പറയാം. കർത്താവ്, ഇത്രത്തോളം ഞാൻ വന്നെങ്കിൽ, ഇത്ര നാൾ ഞാൻ ജീവിച്ചെങ്കിൽ, ഇത്രയും ഞാൻ കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ എപ്പോഴെങ്കിലും ഇടയായിട്ടുണ്ടെങ്കിൽ, only by your grace കർത്താവേ, നിന്റെ കൃപയാൽ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് കർത്താവിന് മഹത്വം എന്ന് ഇന്ന് രാവിലെ നമുക്ക് പറയാം. സകല പുകഴ്ചയും മഹത്വവും മാനവും കർത്താവിന് മാത്രമുള്ളതാണ്, നമ്മൾ ആർക്കും ഉള്ളതല്ല. അത് പാസ്റ്റർമാർക്കുള്ളതല്ല, അത് സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ സഭയിലെ നടത്തിപ്പുകാർക്കോ ആർക്കുമുള്ളതല്ല. നമ്മുടെ കർത്താവായ ദൈവത്തിന് മാത്രമുള്ളതാണ്. അവന് മാത്രം മഹത്വം കൊടുക്കുന്നവരായി നമുക്ക് തീരുവാൻ തക്കവണ്ണം ഇടയാകണം. ഇന്ന് രാവിലെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവനവനെ തന്നെ സമർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് സ്വയശോധനയ്ക്കും എല്ലാവരും തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാനുമുള്ള സമയമാണ്. ഇതിനെ സീരിയസ് ആയിട്ടെടുത്ത് ദൈവസന്നിധി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ.
നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ട കൾച്ചർ, നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ട ഒരു സംസ്കാരം കർത്താവ് തന്നെ ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഈ ഉപമയിൽ നിന്ന് അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഹല്ലേലൂയ. ഇടർച്ച ഉണ്ടാക്കുന്നവരായിട്ടല്ല നമ്മളായിരിക്കേണ്ടത്. ഇനി ആരെങ്കിലും നമുക്ക് ഇടർച്ച വരുത്തിയാൽ അവരോട് നമുക്ക് ക്ഷമിപ്പാൻ ഇടയാകണം. 7 വട്ടമെങ്കിൽ 7 വട്ടം, അഥവാ ദൈവിക പൂർണ്ണതയോ പോലെ ക്ഷമിക്കുവാൻ തുറന്ന മനസ്സോടെ ആയിരിക്കാൻ നമുക്കിടയാകണം. The church becomes the best, wonderful, beautiful place as we exercise this. അല്ലേ? അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സഭ എത്ര മനോഹരമായിരിക്കും. നമ്മുടെ ഇടപാടുകളും എല്ലാവരുടെയും ജീവിതം എത്ര മനോഹരമായി തീരും. ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഇടർച്ച ഉണ്ടാക്കാനായിട്ടല്ല, ഞാനായി ഒരു ഇടർച്ച വരുത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ആരെങ്കിലും അത് ചെയ്താൽ, എന്നോട് ചെയ്താൽ ഞാനത് ക്ഷമിക്കും. ഒരു വട്ടമല്ല, ഒരു ദിവസം 7 വട്ടം പോലും ക്ഷമിപ്പാൻ കർത്താവ് എനിക്ക് വിശ്വാസം തരുന്ന അനുസരിച്ച് എൻ്റെ പ്രാർത്ഥന അതിനു വേണ്ടിയാണ്. ഞാൻ കൂടുതൽ വിശ്വാസം പ്രാപിച്ച് അത് ക്ഷമിക്കുമെന്ന് പറയാം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് യുവജനത്താൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആലോചനകളെ കർത്താവ് നമ്മളെ കേൾപ്പിച്ചുവല്ലോ. തുടർന്നും